ഇന്ന് ഞായറാഴ്ചയാണ്. പകൽ മുഴുവൻ നമ്മൾ വീട്ടിൽ കുത്തിരുന്ന് രാത്രിയാകുമ്പോൾ മമ്മിക്കും മക്കൾക്കൊരാഗ്രഹം നമുക്ക് പുറത്തെവിടെയെങ്കിലും പോകണ്ടേ. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറമുള്ള മക്ക മാളിലേക്കാണ് നമ്മൾ വിട്ടേ. നമ്മളവിടെ നിന്ന് ഒരു 7 കിലോമീറ്ററേ ഉള്ളൂ ഇവിടത്തേക്ക്. അപ്പോൾ മാളിലെത്തി, മക്കളൊക്കെ ഹാപ്പി. കാരണം വീട്ടിൽ നിന്ന് മടുത്ത് കേട്ടാ വൈകുന്നേരം വരെ. കാരണം ഞായറാഴ്ച എവിടെയെങ്കിലും പോയവരെ ശീലം. അപ്പോൾ ഇന്ന് എവിടെയും പോകാത്തതുകൊണ്ടൊരു സങ്കടം ഉണ്ടായിന്. ഇപ്പം നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ മാളിലെത്തിയപ്പോൾ നോക്കെ നമ്മൾ അച്ചൂട്ടൻ്റെ ചെറിയൊരു ബലപരീക്ഷണം. ഏട്ടനെ പൊക്കി കേട്ടാ അവള്. അവൾ ആൾ ഉഷാറാണ്, നല്ല സ്ട്രോങ്ങാണ്, പപ്പേനെ പോലെയാണ്. അപ്പോൾ ഏട്ടനും മോശമില്ല, ഏട്ടനും ഉഷാറാണ്. അങ്ങനെ കുട്ടികൾ കുറച്ച് സമയത്ത് ശക്തി പരീക്ഷണം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും. ഒന്നുമില്ല, അവരെ ഓരോരോ സന്തോഷം കണ്ട് നമ്മളിങ്ങനെ ചിരിച്ച് രസിക്കലിന് നമ്മളെ പരിപാടി. ഇതാ അച്ചോട്ടൻ്റെ മസലൊക്കെ നോക്കിയട്ടെ. ജാനും മോശക്കാരൊന്നുമില്ല. കുട്ടികൾ ഇപ്പോഴേ ആരോഗ്യപരമായിട്ടുള്ള കുറച്ച് ചിന്തകളൊക്കെ ഉണ്ട്, നല്ലതാണ് അതൊക്കെ. പിന്നെ സൂപ്പർ മാർക്കറ്റിലെത്തിയാൽ മക്കളെ നോക്കിയട്ടെ, ഇവരെ ബുക്ക്, പെൻസില്, മറ്റേ റബ്ബർ, അതിലേക്കാണ് ആദ്യം പോവുക. പപ്പേനെയും മമ്മനെയും കാണാണ്ട് നമ്മളിപ്പോൾ ബേക്കറിയിലെത്തിയേ. പിന്നെ ഇപ്പോഴത്തെ ബേക്കറിയിൽ നല്ല കളർഫുള്ളാണല്ലോ. അവിടെ പോയി കാണുമ്പം തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. മമ്മിക്ക് കൊണ്ടുവന്നതും പപ്പയ്ക്ക് കൊണ്ടുവന്നതും മക്കൾക്ക് കൊണ്ടുവന്നതൊക്കെ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കുറച്ച് സാധനം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്ന് അധികം മധുരമുള്ളത് അങ്ങനെ വാങ്ങല്ല കേട്ടോ. പിന്നെ മമ്മീൻ്റെ ഇന്നത്തെ ഡ്രസ്സിങ്ങളൊക്കെ കണ്ട വെരി സിമ്പിൾ. വീട്ടിൽ നിന്ന് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് പണിയെടുത്തെടുക്കുമ്പോൾ ബാന്നും മറ്റും ഇറങ്ങിയതായതുകൊണ്ട് അതേപോലെ തന്നെ മമ്മി ഇറങ്ങിയിനി. അതിൻ്റെ അടുക്ക് നമ്മൾ അച്ചൂട്ടൻ്റെ പുതിയൊരു നമ്പറുണ്ട്, കണ്ടേ. ഒരു ഉമ്മ തരോ അപ്പൊക്ക് ഏതാ നല്ല പോലെ ഒരു ഉമ്മതാ. ഇതെന്നാ സ്റ്റാച്ചു ആയാ? സ്റ്റാച്ചുവാ? ഉമ്മ തരാൻ പറയുമ്പോൾ സ്റ്റാച്ചു ആവില്ല, പുതിയ നമ്പറാണ്. സ്റ്റാച്ചു ആണെങ്കിൽ നോക്കട്ടെ. സ്റ്റാച്ചു ആണെങ്കിൽ അല്ല നടക്കൂല, നടക്കൂല. ഇതാ അച്ചൂടൻ്റെ ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള പരിപാടി ഇത്. ഉമ്മ ചോദിക്കുമ്പോൾ സ്റ്റാച്ചു ഒന്നും മറ്റാടെ നിൽക്കും. അപ്പോൾ മക്കൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുകളിൽ റെഡിമെയ്ഡ് കയറി. അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മമ്മി നോക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം മുകളിൽ കുട്ടികളെ കളിക്കുന്നിടക്കെ പോയി കുറച്ച് സമയം അവിടെ നിന്ന് കുട്ടികളെ ഒന്ന് കളിപ്പിച്ച്. ആരെ കളിപ്പിച്ച പറ? ഏട്ടനെ വെച്ചല്ലേ ഒരു ചാനൽ നീ കളിപ്പിച്ച? മമ്മി ആരെ കളിപ്പിച്ച പറ? ശ്രുതി ഈ മൊബൈൽ ഒടിച്ച ഈ ബെൽറ്റ് ഞാൻ ഊരിട്ട് അടിച്ച് അമ്മത്തെ ബെൽറ്റ് ഊരിട്ട് കൊടുക്കട്ടെ ചേച്ചി കാട്ടണു. ബെൽറ്റ് ഊരിട്ട് പപ്പ കൊടുക്കുക, ബെൽറ്റിനെ കൊണ്ട് കൊടുക്കുക, ബോട്ടി എടുത്തിട്ടിക്കുക. അടിച്ചാനോ എന്തിനാ എൻ്റെ മോളെ ഡിസ്റ്റർബ് ചെയ്തേ? അഹങ്കാരി ഓടി ഇങ്ങോട്ട്. എൻ്റെ മോളെ കൽപ്പനി എന്തിനാ എൻ്റെ മോളെ കരയിപ്പിച്ചേ? അച്ചു നല്ല അടി കൊടുക്കണം, അവർക്ക് അഹങ്കാരം ഉണ്ടല്ലോ. കൊടുക്കട്ടെ മമ്മി? കൊടുത്ത അടി കൊടുക്കട്ടെ അച്ചു. അച്ചു വിട്, മമ്മീനെ വിട്, 2 അടി കൊടുക്കട്ട്. ഏച്ചിക്കാട്ടെ കുരുത്തക്കടല്ലേ പിന്നെ. ഓ മതി 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 എന്നാ മതി. ഏട്ടനെ ചേച്ചിനും തല്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മക്ക് ആദ്യം സങ്കടമായി. അത് അവള് പറഞ്ഞേ ഇനിയും കരയിപ്പിക്കണ്ടെന്ന്. 3 നാൾ കൂടി എന്തോ തമാശ കളിച്ചപ്പോൾ ഓക്ക് വേനയായിട്ടാന്നവള് കരയുന്നേ. ഏട്ടനെ ചേച്ചിനും തല്ലാന്ന് വിടില്ല, ഭയങ്കര സ്നേഹമാണ് മോക്ക്. അതിൻ്റെ ഇടയിൽ ഇവരൊരു സോറി പറച്ചിലുണ്ടേ, കണ്ടോ? അങ്ങനെ പറഞ്ഞ സോറി പറ. എടാ ദേവാ അച്ചോട് സോറി പറ. സോറിയാ? അപ്പോൾ സോറി എല്ലാം പറഞ്ഞ് പ്രശ്നം സോൾവ് ആയേ. പിന്നെ മമ്മീൻ്റെ പരിപാടി തന്നിട്ടാ ഒരുപാട് ഡ്രസ്സ് സെലക്ട് ചെയ്ത് നോക്കും. എന്നിട്ടോ ഞാൻ വന്നിട്ട് ഓക്കെ പറയണം, എന്നാലേ എടുക്കുള്ളൂ. അങ്ങനെ കുറേ എണ്ണം നോക്കി അവസാനം ഇതാ 1-2 വാങ്ങിയിന്. മോശമില്ല, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ അങ്ങ് എടുത്ത് കേട്ടാ. എന്തായാലും ഇവിടെ ഡ്രസ്സിൻ്റെ ഒരുപാട് സെലക്ഷൻ ഉണ്ട്. നമ്മൾ പോകുമ്പോൾ ഇവിടുന്ന് വാങ്ങലുണ്ട്, പക്ഷേ റേറ്റ് നല്ല കുറവാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലെ പർച്ചേസ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നമ്മളെ സ്ഥിരം പരിപാടിയാണ് നമ്മുടെ ട്രോളി ഉന്തി വണ്ടിയിടയ്ക്ക് എത്തണമല്ല. അപ്പോൾ അവർ ഇറങ്ങുന്നിടയ്ക്കാണ് ഗെയിം. അപ്പോൾ ഫസ്റ്റ് പപ്പയും മക്കളാണ് തുടങ്ങിയ. മമ്മി വേഗം ഒഴിവായി. മമ്മി പറഞ്ഞു ഇന്ന് ഞാനില്ല ഈ പരിപാടിക്ക്. ഇതാ സാധനമെല്ലാം ഇടിയപ്പുളിയെ വീണ് കേട്ടാ, എല്ലാം അട്ടിക്ക് വെച്ചിട്ട്. പിന്നെ പപ്പ എന്ത് ചെയ്ത്, മക്കൾ ഇതെല്ലാം പഠിക്കണമല്ല, നിങ്ങൾ ഇറക്കിക്കോന്നും പറഞ്ഞിട്ട് ഇതാ അച്ചു ഏച്ചിയാന്ന് ഇറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ശരിക്കും മുറുക്ക പിടിച്ച ഒരാളുണ്ട്. അയാളാ ഇപ്പം കാണൂല.
ഇതേ കണ്ടേ ഇതാ നമ്മളെ ദേവുട്ടെ നല്ല പിടിച്ച് സ്ട്രോങ്ങിലാണ് വെച്ചത് കൊണ്ടാണ് ഇത് താഴെ എത്തിയത് കേട്ടോ കറക്റ്റായിട്ട്. അങ്ങനെ നമ്മുടെ ആ കലാപരിപാടിയും കഴിഞ്ഞ് സാധനമെല്ലാം നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ടേ. അതിനിടയിൽ അച്ഛമ്മക്കൊരു സാധനം വാങ്ങിക്കൊടുത്തന്നെ. ഇതാ പീപ്പിളി, നമ്മളതിൽ ചെറുപ്പത്തിൽ ഇങ്ങനെ ആക്കുന്ന പീപ്പിളി ഇല്ലേ, ആ സാധനമാണ് വാങ്ങിക്കൊടുത്തേ. ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്കിനി രാത്രി ഭക്ഷണത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഒരു പെട്ടിക്കടയിൽ നിന്ന് കഴിക്കാമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ മുല്ലക്കോടി പാലത്തിൻ്റെ ഇപ്പുറമുള്ള ഒരു കടയുണ്ട്, അവിടത്തേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ നല്ല തിരക്കാന്നിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളെന്ത് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് കല്ലുമ്മക്കായി അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിയത്. ഭക്ഷണത്തിന് മുമ്പ് സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള സ്റ്റാർട്ടർ കഴിക്കില്ലേ, ഞാൻ പറഞ്ഞ തൽക്കാലം നമുക്കിത് സ്റ്റാർട്ടറാക്കാം. പിന്നെ ഈ പാലത്തിൻ്റെ അക്കരക്ക് വേറൊരു പെട്ടിക്കടയുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, വണ്ടി എടുത്തിട്ട് നമുക്ക് നടക്കാം, കാരണം വിശപ്പ് കുറച്ച് കുറവാണ്. ഒന്ന് നടന്ന് അങ്ങെത്തുമ്പോഴത്തേക്ക് നല്ല വിശപ്പാവില്ല. അങ്ങനെ പപ്പിയും മക്കളും മമ്മിയെല്ലാം കൂടി പാലത്തുമ്പിലേക്കൂടെ നടന്നേട്ടാ. ഇവിടെ നടക്കാനുള്ള നല്ല സൗകര്യം ഉണ്ട് കേട്ടാ. ശരിക്കും നമ്മൾ വീടിൻ്റെ അടുത്താണെങ്കിൽ എനിക്ക് രാവിലെ ഓടാൻ വരാൻ വേണ്ടി വേറെ സ്ഥലത്തൊന്നും വേണ്ട, ഇവിടെ മതി കേട്ടാ. ഈ പാലത്തിൻ്റെ സൈഡിലേക്കൂടെ ഓടുകയും ചെയ്യുക നടക്കുകയും ചെയ്യുക, വ്യായാമത്തിന് പറ്റിയ സ്ഥലമാണ്. അപ്പം നമ്മളൊരു സ്ഥലത്ത് നിർത്തി കല്ലുമ്മക്കായി പിന്നെ ചിക്കൻ നിറച്ചത് അങ്ങനെ കുറച്ച് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും കൂടി കുറച്ച് അത് കഴിച്ച് അതിന് ശേഷമെല്ലാം വീണ്ടും നടത്തും. എന്തായാലും പാലം കുറച്ച് നീട്ടത്തിലുണ്ട്, നമ്മൾ ശരിക്കും നടന്നേ. ഒരുപാട് ആൾക്കാർ അവിടെ കാറ്റ് കൊള്ളാൻ വന്നവരുണ്ട്, മീൻ പിടിക്കാൻ വന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ ഇടയിലൊക്കെ നടന്ന് അങ്ങനെ നമ്മൾ ഇക്കരെ എത്തിയേ. അപ്പോൾ ഇവിടെ കുറച്ച് സൗകര്യമുള്ള ഒരു പെട്ടിക്കടയാണ്. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ളതായി നമ്മളെ പരിപാടി. നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ വെറൈറ്റി പരീക്ഷകളുടെ കേട്ടോ. സ്ഥിരം റെസ്റ്റോറൻ്റിൽ നിന്ന് കഴിക്കാണ്ട് ഇതുപോലെ ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കും. പിന്നെ മക്കൾക്കും അത് ഭയങ്കര രസമാണ്, വൈഫിനും എല്ലാവർക്കും നല്ല രസമാണ് ആ പരിപാടി. എന്തായാലും നമ്മൾ സമയം കുറച്ച് ലേറ്റായി കേട്ടോ, ഏതാണ്ട് 10 മണി 10:30 അപ്പോൾ വേഗം കഴിച്ചിട്ട് പോകണം. അപ്പോൾ അധികം വിശപ്പില്ലാത്തതുകൊണ്ട് സിമ്പിളായിട്ട് ഓർഡർ ചെയ്ത് ഈ അപ്പവും ചിക്കനും മിക്സ് ആയിട്ടുള്ളൊരു സംഭവം ഇത്. പിന്നെ ഇതുപോലത്തെ കടയിൽ ഇതാണെന്നുള്ള സ്പെഷ്യൽ, പുട്ട് മിക്സിങ്, അപ്പം മിക്സിങ്, പുട്ടും ചിക്കനും പുട്ടും പാർട്സും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ. എന്തായാലും ഭക്ഷണം കഴിച്ച് നല്ലോണം കുടൽ നിറഞ്ഞു കേട്ടോ, കുറച്ചധികം തിന്ന് നമ്മളെ. ഇനിയിപ്പോൾ വണ്ടി അപ്പുറത്തെ സൈഡാണല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ് ഭക്ഷണം കഴിച്ച് നടക്കാമല്ല. അതിൻ്റെ ഇടയിൽ മക്കളൊരു ഗെയിം ഉണ്ട്, ഇതെന്തോ സ്റ്റാച്യു ഗെയിം അങ്ങനെ എന്തോ സംഭവം. ഇതാ പാട്ട് പാടും, നിർത്തുമ്പോൾ സ്റ്റാച്യു, പിന്നെ ആദ്യം ഇവൾ പാട്ട് പാടും, നിർത്തുമ്പോൾ സ്റ്റാച്യു. എന്തായാലും ഇന്നത്തെ ഒരു സൺഡേ ഒരു വെറൈറ്റി തന്നെയായി. മക്കളും ഹാപ്പി, പപ്പിയും ഹാപ്പി, മമ്മിയും ഹാപ്പി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ച് കേട്ടോ. അപ്പം നമ്മളെ ബെൻസ് പാലത്തിനിക്കര നമ്മൾ കാത്തേക്കുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം, ലേറ്റായി. അപ്പം എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബായ്.